നിങ്ങളുടെ റിലേഷൻ തകർത്തത് നാവാണ്. നിങ്ങൾക്ക് അവർ എത്ര പ്രിയപ്പെട്ടവരായിരുന്നിട്ടും ഒരു സെക്കൻഡിലെ അവരുടെ സംസാരം നിങ്ങളെ വ്രണപ്പെടുത്തിയോ? വാ വിട്ട വാക്ക് അത് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല. നിങ്ങളുടെ വായിൽ നിന്നും പുറത്തുവന്ന സംസാരം കൊണ്ട് മറ്റൊരാൾക്ക് വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര മരുന്ന് പുരട്ടിയിട്ടും കാര്യമില്ല. ആ മുറിവിന്റെ മുകൾ ഭാഗം മാത്രമേ ഉണങ്ങുകയുള്ളൂ. അതിന്റെ ഉൾവശം, അതായത് മനസ്സിന്റെ ഉള്ളിൽ കിടന്ന് ആ മുറിവ് എന്നും വേദന തിന്നുകൊണ്ടിരിക്കും. അതിൽ നിങ്ങൾ എത്ര മാപ്പ് പറഞ്ഞിട്ടും കാര്യമില്ല. ആ ഒരു നിമിഷത്തിന്റെ വേദന അവർക്ക് പൊറുക്കാൻ കഴിയും, ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇത്തരം ഒരു സന്ദർഭം നിങ്ങളുടെ ലൈഫിൽ വരാതിരിക്കാൻ ചെയ്യേണ്ടത് ഇതാണ്. ഈയൊരു കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി. പരിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കോപം വരുമ്പോൾ വാളെടുത്ത് യുദ്ധം ചെയ്യുന്നവനല്ല ഏറ്റവും വലിയ ശക്തൻ, ക്ഷമയോടെ മിണ്ടാതിരിക്കുന്നവൻ ആണെന്ന്. ഈ ഒറ്റ വാചകത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ദേഷ്യത്തിന്റെ പുറത്തു പറയുന്ന ആ വാക്കിന്റെ കാഠിന്യം എത്ര വലുതാണെന്ന്. നിങ്ങൾക്ക് മുന്നിൽ തർക്കിക്കുന്നവരോട് മിണ്ടാതിരുന്നു നോക്കൂ, അവർ ശാന്തരാകുന്നത് കാണാൻ കഴിയും. അവർക്ക് ഒപ്പം നിങ്ങളും തർക്കിച്ചു നോക്കൂ. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ അത് ആളിക്കെത്തുന്നതും അവർ കത്തിപ്പടരുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും. മൗനം, ക്ഷമ, പോസിറ്റീവ് ചിന്ത, ഇതൊക്കെ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും. നിങ്ങൾ മറ്റൊരാളുടെ മുന്നിൽ വാല്യൂ ഉണ്ടാക്കും. തനിക്ക് വേദനിക്കുന്ന പോലെ എല്ലാവർക്കും വേദനിക്കും, മുറിപ്പെടും എന്ന ചിന്ത ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടായാൽ മതി. ആരെയും ഒരു വാക്കുകൊണ്ടുപോലും ദ്രോഹിക്കാൻ തോന്നില്ല. താൽക്കാലിക വിജയത്തിന് വേണ്ടി എന്തും വിളിച്ചു പറയുന്നവരുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ തെറ്റ് മുഴുവൻ അവരുടെ ഭാഗത്താണെങ്കിലും നാക്കുകൊണ്ട് മറുവശത്ത് ഇരിക്കുന്നവരെ തോൽപ്പിച്ചു കളയുന്നവരാണ് അധികവും. ഇത്തരക്കാരെ ഒരിക്കലും വിശ്വസിക്കരുത്. അവർ നമ്മളെ ചതിക്കും. അവർക്ക് അവർ ചെയ്യുന്നതോ പറയുന്നതോ ആയിട്ട് ഒരു ബന്ധവും കാണില്ല. അപ്പോൾ തോന്നുന്നത് അവർ അപ്പോൾ പറയും, പിന്നെ തോന്നുന്നത് പിന്നെയും.